കേബിൾ ടി.വി. ഇന്റർനെറ്റ് വിതരണ സംരംഭകരുടെ കൂട്ടായ്മയായ കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 15ാമത് സംസ്ഥാന സമ്മേളനത്തിന് മലപ്പുറം ജില്ലയിലെ തിരൂരിൽ തുടക്കമായി. 3 ദിവസങ്ങളായി നടക്കുന്ന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം തിരൂർ ബിയാൻകോ കാസിൽ ഹാളിലാണ് ആരംഭിച്ചത്. കേരളത്തിനകത്തും പുറത്തും കേബിൾ ടി.വി. ഇന്റർനെറ്റ് വിതരണ രംഗത്ത് ജനകീയ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന കേരള വിഷൻ സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 15ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനമാണ് തിരൂർ ബിയാൻകോ കാസിൽ ഹാളിൽ തുടങ്ങിയത്. ഇന്നലെ വൈകിട്ട് തിരൂർ ടൗൺ ഹാളിൽ നടന്ന വർണ്ണമനോഹരമായ സാംസ്കാരിക ഘോഷയാത്രയ്ക്കും തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിനു ശേഷമാണ് 2 ദിവസങ്ങളിലായി പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായത്. സമ്മേളനത്തിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള 325ഓളം പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. രാവിലെ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന നടപടികൾ ആരംഭിച്ചത്. തുടർന്ന് പ്രതിനിധി സമ്മേളനം VKC ഗ്രൂപ്പ് MD അബ്ദുൾ റസാഖ് ഉദ്ഘാടനം ചെയ്തു. ആ നെറ്റ്വർക്ക് പുതിയ എന്തൊക്കെ കാര്യങ്ങളിൽ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് തോന്നുന്നു അതിൽ 1-2 കാര്യം ഞാൻ മിസ്സായിട്ടുണ്ട് എന്ന് തോന്നുന്നു. നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു പ്രധാന മേഖലയാണ് ആരോഗ്യരംഗം. ഈ ആരോഗ്യരംഗത്തേക്ക് ഇതിനെ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ചർച്ച നടത്തി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വലിയ, കാരണം ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല കേരളത്തിന്റെ ആരോഗ്യരംഗത്തിന്റെ ആ കോണ്ടം എന്ന് പറയുന്നത്. അപ്പോൾ അത് സാധാരണക്കാരന് വില കുറഞ്ഞ അല്ലെങ്കിൽ കുറഞ്ഞ നിരക്കിൽ ഈ വൈദ്യ സേവനം കിട്ടുന്ന രൂപത്തിലേക്ക് ഇതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. നമുക്കറിയാം, നേരത്തെ കോവിഡ് കാലത്ത് ടെലിമെഡിസിനും മറ്റുള്ള ടെലികോളിംഗ് വഴിയുള്ള ആരോഗ്യ കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തൊരു കാലഘട്ടമൊക്കെ. എങ്ങനെ ഈ ഒരു നിങ്ങളുടെ സംവിധാനങ്ങൾ വെച്ച് എങ്ങനെ ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കേരള വിഷന്റെ കാഴ്ചപ്പാടുകളും പ്രവർത്തന രീതികളും അത്ഭുതപ്പെടുത്തുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നിസാർ കോയാപ്പറമ്പിൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സ്വാഗത സംഘം കൺവീനർ അബൂബക്കർ സിദ്ദീഖ്, രാജ്മോഹൻ മാമ്പ്ര എന്നിവർ സംസാരിച്ചു. തുടർന്ന് സംസ്ഥാന സെക്രട്ടറി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ ബിനു ശിവദാസ് വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ആദ്യ ദിനത്തിൻ്റെ റിപ്പോർട്ടിന്മേലുള്ള വിശദമായ ചർച്ചകളും ഇതിൻ്റെ മറുപടിയും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടക്കും. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.